എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടില്ലേ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നേ. ഇന്ന് ലച്ചുക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവുക. കഴിഞ്ഞ പ്രാവശ്യം ലച്ചുക്കുട്ടി പോയില്ലായിരുന്നു സ്കൂളിൽ. ഞാൻ ഡെലിവറി ആയിട്ട് വീട്ടിൽ പോയതുകൊണ്ട് അവളെ ഒരു വർഷം സ്കൂളിൽ വിട്ടില്ല. അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കത്തില്ല. പിന്നെ അവിടെ കൊണ്ടുപോയും അവിടുത്തെ സ്കൂളിലും ചേർത്തില്ല. പിന്നെ ഓൺലൈൻ വഴിയൊക്കെ ഞാൻ ഇവിടുന്ന് അഡ്മിഷനും എടുത്ത് ബുക്കും പുസ്തകമൊക്കെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. ടീച്ചർമാരും സാറുമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവർ വാട്സപ്പിൽ നോട്ട്സുകൾ തരുമോ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു. ടീച്ചർ എല്ലാം പറഞ്ഞു തരുമായിരുന്നു. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഇട്ട് തരുമായിരുന്നു. പോയില്ലേലും നല്ല രീതിയിൽ അവളെ പഠിപ്പിക്കാൻ പറ്റി. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഇന്ന് ലച്ചുമോള് സ്കൂളിലേക്ക് പോവുക. വാ ഹായ് വാ. കണ്ടില്ലേ പുത്തൻ ഉടുപ്പാക്കിയിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുക. സ്കൂൾ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്ന് പറഞ്ഞിരിക്കും. ഒരു വർഷം പോവാത്തത് കൊണ്ട് അവൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുവാണ്. കൂട്ടുകാരെയൊക്കെ കാണാനും എടുക്കാനും ഒക്കെ. അങ്ങനെ ആമിക്കുട്ടിയും ചേച്ചിയും കൊണ്ട് സ്കൂളിൽ പോവുക ആദ്യമായിട്ട്. അല്ല ആമിക്കുട്ടി സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുക കണ്ടോ. ആമിക്കുട്ടി സ്കൂളിൽ പോയി ടീച്ചർമാരെയും ചേച്ചിയുടെ കൂട്ടുകാരെയും ഒക്കെ കാണാനിരിക്കുക. അമ്മ ഒരുങ്ങിയിരിക്കുക. അമ്മ ബാങ്കിലോട്ട് പോകുന്നു. അച്ഛനും അമ്മയും കൂടെ ബാങ്കിൽ പോവുക. കണ്ട ആമിക്കുട്ടിയെ കണ്ട. ആമിക്കുട്ടി സാധാരണ അറിയാൻ വേദനയെ കണ്ട ഭയങ്കര കരച്ചിലും വിളിയായിരിക്കും. ഇനി സ്കൂളിൽ ചെല്ലുമ്പോൾ ഇനി എന്തുവാന്ന് അറിഞ്ഞൂടാ. കയ്യിലിരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. സ്കൂളിൽ ചെല്ലുമ്പോഴേ കുട്ടികളെയൊക്കെ കാണുമല്ലോ. അപ്പോൾ പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി ചിരിക്കുന്നോ അതിൻ്റെ അറിയാൻ വേദന കാണുമ്പോൾ കരയുന്നത് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും കൊണ്ടുപോകുക. ആമിക്കുട്ടി ആരും കണ്ടിട്ടില്ല. അപ്പം ടീച്ചർമാരൊക്കെ വിളിച്ചപ്പം പറഞ്ഞു ആമിക്കുട്ടിയും കൂടെ കൊണ്ട് ചെല്ലണേന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും ഇവിടെ സ്കൂളിൽ പോയിട്ട് വരട്ടെ. മുടിയിലൊന്നും വലിക്കല്ലേ ചേച്ചിയുടെ. സ്കൂളിൽ പഠിത്തമൊന്നും കാണത്തില്ല. ഇവരെ കൊണ്ട് എന്തെങ്കിലും പാട്ടൊക്കെ പഠിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് പ്രവേശനോത്സവമല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വിടും. നാളെ മുതൽ ലച്ചുക്കുട്ടിക്ക് 8 മണിയാകുമ്പോൾ സ്കൂൾ ബസ് വരും. ഞങ്ങളങ്ങനെ പോകും. അവളുടെ മുടി പിടിച്ച് വലിക്കും. അവളെ അടുത്ത് നിന്നാൽ എപ്പോൾ അടുത്ത് നിന്നാലും മുടി പിടിച്ച് വലിക്കും. നമുക്ക് പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് വരട്ടെ. അവിടെ നിൽക്കുക. ബസ് വണ്ടി വരട്ടെ. ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുക. അച്ഛനും അമ്മയും കൂടെ ബാങ്കിലൊക്കെ പോകുന്നു. ബാങ്കിലും കടയിലും ഒക്കെ കയറിയിട്ട് അച്ഛൻ വരത്തോളൂ. സ്കൂളിൽ പോവാന്ന് പറ. ഇന്ന് സ്കൂൾ ഉറക്കുവാന്ന് പറ. ട്രെയിൻ പോകുന്നു. കഴിഞ്ഞ വർഷത്തെ പോണൊക്കെ കുട്ടിയുടെ സ്കൂളെത്തി. ഞങ്ങളങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് ഉച്ചയായപ്പോഴത്തേന് എത്തി. അപ്പം കടയിൽ 1-2 സാധനമൊക്കെ മേടിക്കണം. അപ്പോൾ കയറിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. അപ്പം നല്ല ഉത്സവമൊക്കെ ഗംഭീരമായിട്ട് നടന്ന് നല്ലതായിരുന്നു. കൂട്ടുകാരൊക്കെ പുതിയ കൂട്ടുകാരൊക്കെ കുറേ പേര് വന്നില്ലയോ. പുതിയ കൂട്ടുകാർ വന്ന് ലച്ചു പിന്നെ ഒരു വർഷം പോയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. ടീച്ചർമാർക്കും സാറുമാർക്കൊക്കെ കണ്ടപ്പോൾ ഇല്ലയോ. അങ്ങനെ ഇനിയിപ്പോൾ നാളെ തൊട്ട് രാവിലെ 8 മണിയാകുമ്പോൾ റെഡിയായി നിൽക്കണം. 8:30 ആകുമ്പോഴത്തേക്ക് ബസ്സൊക്കെ വരും. അങ്ങനെ നാളെ മുതൽ രാവിലെ പോകണം. സ്കൂളിലത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ആമിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ആ സ്കൂളിലോട്ട് കയറി ആളുകളെല്ലാം കണ്ടപ്പോഴേ കരച്ചിൽ തുടങ്ങി. അവൾ വരുന്നിടം വരെ കരച്ചിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ചെറിയ രീതിക്ക് അങ്ങ് ഉറങ്ങി എൻ്റെ കയ്യിലിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വിചാരിച്ച് പിള്ളേരെയൊക്കെ കാണുമ്പോഴേ അവൾ കരയാതൊക്കെ ഇരിക്കുമെന്ന് ഏഴ് ദിവസമില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അവൾ ആരുടെയിലും പോകത്തില്ല. അറിയാൻ വയ്യാത്തവരെ കണ്ടാൽ ഭയങ്കര കരച്ചില്ല. നമ്മുടെ ഇരുന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ അവൾ പോകത്തില്ല. ആരുടെയിലും പോവില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അവൾ ഒന്നാമതൊന്ന് കയ്യിലൊക്കെ ഇരുന്ന് അങ്ങ് ഒരുപാട് സമയം കയ്യിലിരുന്നല്ലോ. സാധാരണ അങ്ങനെ കൈ ഇരിക്കത്തില്ല. അവളെപ്പോഴും തറയിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയോ ചെയ്യുന്നു.
അപ്പോൾ കയ്യിലിരുന്ന് തന്നെ അവൾക്ക് അങ്ങ് ഒരു വല്ലായ്മയായിരുന്നു. അങ്ങനെ വന്നപ്പോഴേ കുറുക്കൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ടായിരുന്നു കൊണ്ടുപോയത്. കുറുക്കൊക്കെ കൊടുത്ത് വേഗമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അപ്പോഴേ ഉറങ്ങി. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. രാവിലെ അല്ലെങ്കിൽ കുറുക്കൊക്കെ കുടിച്ച് തറയിൽ കിടന്ന് കുറേ സമയം കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അങ്ങ് പോയില്ലേ, അങ്ങനെ അറിയാൻ വയ്യാത്ത ആൾക്കാർ അങ്ങനെ പോയി യാത്ര ചെയ്തതിൻ്റെ അവൾ അങ്ങനെ യാത്ര ചെയ്യാറില്ല. ഇതുവരെ നമ്മളങ്ങനെ അങ്ങ് കൊണ്ടുപോയിട്ടില്ല. ഈ അടുത്തൊക്കെ ഒന്നും പോകണില്ല, അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ അവളെന്തായാലും കിടന്ന് ഉറങ്ങി. ഞങ്ങൾ ആ സമയത്ത് ചോറൊക്കെ കഴിച്ചു. രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് വന്നിട്ട് പണിയൊന്നും വലുതായിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ന് അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വരണമെന്ന് പറയും. അപ്പോൾ അവർക്ക് വൈകിട്ട് വേണ്ടി എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കണം. ഞങ്ങളും ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ വന്ന വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആമിക്കുട്ടിയുടെ നിർബന്ധം കൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പോയ സ്കൂൾ വിശേഷങ്ങളൊക്കെ, ഇല്ലയോ? നാളെ രാവിലെ തൊട്ട് സ്കൂളിൽ പോകണം. എന്തായാലും കാലാവസ്ഥ അനുകൂലമായിരുന്നു. 2 ദിവസത്തിന് മുമ്പ് ഒരു പെരുമഴയായിരുന്നു. അപ്പോൾ ഇന്ന് മഴയാണെങ്കിൽ എങ്ങനെ പോകും എന്നുള്ള രീതിയിൽ നിന്നതാണ്. പക്ഷേ ഇന്ന് നല്ല വെയിലും അതുപോലെ ചൂടും. അവൾ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി വൈകിട്ടത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കട്ടെ. ചിക്കൻ കറി തയ്യാറാക്കുവാണ്. ചിക്കൻ കറിക്ക് ഞാൻ സാധാരണ ചെറിയ ഉള്ളിയാണ് എടുക്കാറുള്ളത്. ചിക്കനായാലും ബീഫിനായാലും എല്ലാം ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പം ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഞാൻ 2 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ചിക്കൻ കറിയിൽ സ്പെഷ്യലൊന്നുമില്ല, സാധാ വെക്കുന്നത് പോലെ. അച്ഛനും അമ്മ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇന്ന് ചിക്കനും പുട്ടും കൊടുക്കാമെന്ന് കരുതി. അവർ ഒരു 7 മണി 8 മണിയൊക്കെ ആവും എത്താനായിട്ട്. അമ്മയൊക്കെ ജോലിക്ക് പോയേക്കുന്നതുകൊണ്ട് അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് തരുമ്പോഴത്തേന് 5:30 മണിയൊക്കെ ആവും. ചിലപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ വരും. ജോലിക്ക് പിന്നെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നിടത്ത് നേരത്തെ ഇറങ്ങും. എന്നാലും 7 മണിയാവും ഇവിടെ എത്താൻ. ഇവിടെയും രാത്രിയാവും. അപ്പോൾ രാത്രി ഭക്ഷണം കൊടുത്തിട്ട് വിടാം. പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വേണ്ട പിന്നെ കഴിക്കാൻ. ഇവിടെ എന്ന് വന്നാൽ ഇവിടെ ആയാലും ചേച്ചിയുടെ അവിടെ ആയാലും ഞങ്ങൾ 2 പേരും എന്തെങ്കിലും കൊടുത്തേ വിടത്തുള്ളൂ. ഞാൻ കരുതി രാത്രി ആയതുകൊണ്ട് ചോറ് വേണ്ട, കാപ്പി ഉണ്ടാക്കാമല്ലോ. എന്നും മിക്കപ്പോഴും വരുമ്പം ചിലപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് കരുതി ചിക്കനും പുട്ടും കൂടെ കൊടുക്കാൻ കരുതി. സ്കൂളിൽ പോകണ്ട, അല്ലെങ്കിൽ രാവിലെ ഞാൻ ബിരിയാണി എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കിയാണ്. സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് താമസിച്ചില്ല. നേരത്തെ കറിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കാമെന്ന് കരുതി. പുട്ട് തയ്യാറാക്കുന്നത് അവർ വരുന്നതിന് കുറച്ച് മുമ്പ് മതിയല്ല, അത് വലിയ താമസമൊന്നുമില്ല. നമുക്ക് കറി ഇച്ചിരി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ഇരുന്നങ്ങ് സെറ്റാവുമല്ലോ. മഞ്ഞൾപ്പൊടി, മസാല ഉണ്ടോ? ഞാനാണെങ്കിൽ മസാല പൊടിച്ച് വെച്ചിട്ടില്ല. ഞാൻ വെളുത്തുള്ളി ഇഞ്ചി മസാല അന്നേരം വറുത്തിട്ട് കുരുമുളകും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നത്. അപ്പം നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഞാൻ സാധാരണ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചിക്കൻ കറി അങ്ങനെ വെച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ പാത്രമാണെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ ട്രിപ്പ് ചേട്ടൻ വന്നപ്പം കുറേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അന്നേരം ഇങ്ങനെ ഇത് ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ കരുതി ബിരിയാണിയൊക്കെ വെക്കാൻ എടുക്കാം എന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇന്ന് ചിക്കൻ കറി ഇതിനകത്ത് വെക്കാമെന്ന് കരുതി.
അപ്പോൾ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. എല്ലാവരും വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ചിക്കൻ കറി അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ചിക്കൻ കറി അതിനകത്ത് വെക്കാമെന്ന് കരുതി. എൻ്റെ പുതിയ പാത്രമാണ് അങ്ങനെ ഇരിക്കുന്നു. ഞാൻ തേങ്ങാക്കൊത്തിട്ടാണ് ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്. ചിക്കനായാലും ബീഫായാലും തേങ്ങാക്കൊത്തിടും. നമ്മുടെ വീട്ടിലും അതുപോലെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഇടത്തില്ലായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഇടും. എല്ലാവരും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്? ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം, സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവർ വരുമ്പോഴത്തേന് പുട്ടൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.